എല്ലാവർക്കും വാവാച്ചി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയുള്ള കോഫി പുഡിംഗ് ആണ്. കാണാൻ പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോഫി പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് നേരെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും, എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നേരെ നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനകത്തോട്ട് തന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ വേണം. ആദ്യം 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ. ഇപ്പം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നല്ല തണുപ്പുള്ള 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട്, ഞാനിപ്പോൾ വിസ്ക് വെച്ചാട്ടോ ചെയ്യുന്നത്, എന്നിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കോഫി മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാതെ കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. കോഫി മിക്സ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതിനുശേഷം ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിനകത്തോട്ട് നമ്മൾ നമ്മുടെ പുഡിങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്യുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം ആട്ടോ ഞാൻ മണ്ടയ്ക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം പ്ലസ് കോഫി പൗഡറാണ്. ഭംഗിക്ക് വേണ്ടി ഞാനൊരു വേഫർ സ്റ്റിക്കും കൂടെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബാൾസും. നമുക്കിനി ഇത് നേരെ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.